അവൻ ആളൊരു ചൂടനാ. ഇവനെ പോലെയല്ല, ആളും തരവും നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ. എന്ന് കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ദേ, ഞങ്ങൾക്ക് ഒരു പിണക്കും ഇല്ലാട്ടോ. അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തേ മതിയാക്കിയോ? ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ. അത് കണ്ടപ്പോഴേ തോന്നി. ഇയാളും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഡെസേർട്ട് വല്ലതും, ഐസ്ക്രീമോ മറ്റോ? എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ. വേണ്ടാന്ന് പറഞ്ഞാ ഇപ്പോഴും പിണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ? വോയിസിന് എഫക്ട് ചെയ്യുന്നൊന്നും സാധാരണ ഞാൻ കഴിക്കാറില്ല. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങോട്ട് അങ്ങോട്ട്. അമ്മയും മോനും പേരിനതേ ഇത്രേ കഴിച്ചുള്ളൂ. ഞാൻ കരുതി കണ്ടു നിന്ന മാത്തനങ്ങളുടെ കണ്ണ് തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് ബുൾസയാണെന്ന് കരുതി ആ തള്ള അതും എടുത്ത് കേറ്റുന്നു. ആ തള്ള അങ്ങനെ തീറ്റയുടെ വിചാരേ ഉള്ളൂ. പറ്റിയ മോനും. ഫുൾ ലെങ്ത് കോമഡി ആയിരുന്നു. കൂട്ടത്തില് കലക്കിയതാ ചെക്കന്റെ പാട്ടാ. ഈ ഹോട്ടലിടയ്ക്ക് ചെറുതായിട്ടൊന്ന് കുലുങ്ങിയത് ജെന്നി ശ്രദ്ധിച്ചോ? അത് എർത്ത്ക്വേക്ക് ഒന്നുമല്ല, അദ്ദേഹം ഒന്ന് പാടിയതാ. രവീന്ദ്രനാഥ് സാറിന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം, പൊണ്ണത്തടിയൻ. പക്ഷെ ശരിക്കും രവീന്ദ്രനാഥ് സാറിന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട്, ചേട്ടൻ, നമ്മുടെ അട്ടഹാസ നായകൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? വാശി, ഭയങ്കര വാശി. ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടൂല. ഓഹോ, അസലായിട്ട് പാടിയിരുന്നതാ പണ്ട്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ 2 തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട്. കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നട്ടു. അത് കൊള്ളാലോ. നമുക്ക് ആ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ? നടന്ന തന്നെ. ആ, നമുക്കൊന്ന് ശ്രമിക്കാന്നേ. അത്ര വലിയ പാട്ടുകാരനാണെങ്കി അതൊന്ന് കേക്കണല്ലോ. പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന. പാടിക്കാൻ ചെല്ലുമ്പോ തലയിൽ ഒരു ഹെൽമെറ്റ് കൂടി വെച്ചോണം. അത്ര വാശിക്കാരനാ? എന്താ സംശയം? ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല. അതെന്താ ഈ ഞാൻ വരെ? അയാടെ ആരാ ഈ ഞാൻ? അയാളെ പറ്റി പറയുമ്പോ 100 നാക്കാണല്ലോ. എന്താണ്? അയ്യേ, എന്ത്? ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ? എന്ത് സ്മെൽ? ഒരുമാതിരി പ്രത്യേക ഗന്ധം. ഈ പ്രേമത്തിന്റെ സുഗന്ധം. ആ സുഗന്ധം കൂടെ കടി ചെന്നാ മതി.